ഹലോ ഗൈസ്, ദിസ് ഈസ് അവർ ലാസ്റ്റ് ഡേ ഇൻ ഹൈദരാബാദ്. അപ്പം നാളെ രാവിലെ നമ്മൾ തിരിച്ചു പോവാണ്. ഇന്നും കൂടി ഉള്ളൂ കേട്ടോ നമ്മുടെ കറക്കമൊക്കെ. അപ്പം നമ്മൾ ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് 10:00 ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. നല്ല ചൂട് വെള്ളപ്പവും കടലക്കറിയൊക്കെയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നേരെ നമ്മൾ ഫസ്റ്റ് പോയത് ഇന്ന് ഗോൽക്കൊണ്ട ഫോർട്ടിലേക്കാണ് കേട്ടോ. ഈ ഫോർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ചെറിയൊരു ചരിത്രമുണ്ട്. നമ്മുടെ ലോകത്തിൽ തന്നെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള കോഹിനൂർ രത്നം ഇവിടെയാണ് ഗൈസ് ഉണ്ടായിരുന്നത്. ഇവിടെ നിന്നാണ് 1687 ഔറംഗസീബ് ഇത് അടിച്ചു മാറ്റി കൊണ്ടുപോയത്. അപ്പോൾ 8 മാസത്തോളം ഔറംഗസീബ് ഈ കോട്ട തകർക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പുള്ളിനെ കൊണ്ട് പറ്റിയില്ല. അത് ആരെക്കൊണ്ടും പറ്റൂല. അത് ആ കോട്ട കണ്ടാൽ തന്നെ നമുക്കറിയാം. കണ്ടിന്യൂസ് യുദ്ധം ചെയ്തും വെടിവെച്ചും ഒക്കെ ഈ കോട്ട നശിപ്പിക്കാൻ നോക്കി. പക്ഷെ അതൊന്നും പറ്റാതെ പുള്ളി കാവൽക്കാരനെ സ്വാധീനിച്ചു. പണ്ട് ഇതാണല്ലോ ചരിത്രങ്ങളിലെല്ലാം. അങ്ങനെ കാവൽക്കാരനെ സ്വാധീനിച്ച് കാവൽക്കാരൻ്റെ അടുത്ത് പറഞ്ഞു, ഔറംഗസീബിൻ്റെ ആയൊരു ആർമിയിൽ ഫസ്റ്റ് പൊസിഷൻ എന്തോ നല്ലൊരു പൊസിഷൻ തരാം, ഇതിലേക്ക് കയറാനുള്ള പെർമിഷൻ അല്ല, ഒരു നുഴഞ്ഞു കയറ്റം, അതിനുള്ള ഇത് കൊടുക്കണം എന്നും പറഞ്ഞിട്ട് കാവൽക്കാരൻ അങ്ങ് സ്വാധീനിച്ച് ഇവർ രത്നവും കൊണ്ടുപോയി. അങ്ങനെ ഫോർട്ടിൻ്റെ ഉള്ളിലേക്ക് ഔറംഗസീബ് കയറിയതും കാവൽക്കാരൻ അങ്ങ് തട്ടിക്കളഞ്ഞു. അത് കഴിഞ്ഞ് ഇവർ രത്നം കൊണ്ടുപോയി. ഇപ്പം ബ്രിട്ടീഷുകാരുടെ കയ്യിലാണ് ഗൈസ് ആ രത്നം ഇരിക്കുന്നത്. ബ്രിട്ടീഷ് രാജ്ഞിയുടെ കിരീടത്തുമ്മലുണ്ട് നമ്മുടെ കോഹിനൂർ രത്നം. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ പിന്നിൽ ഉള്ളൊരു ചെറിയ ചരിത്രം. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഒരു മ്യൂസിയത്തേക്കാണ് കേട്ടോ. സാലാർ മ്യൂസിയം എന്ന് പറഞ്ഞൊരു മ്യൂസിയത്തേക്കാണ്. അത് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ചെന്ന് അവിടെ നിന്ന് പണ്ട് കാലത്ത് 18th സെഞ്ച്വറിയിലെയും 20th സെഞ്ച്വറിയിലൊക്കെ ഒരേ ഐറ്റംസ്, ഒരേ ഗ്ലാസ് പാത്രങ്ങൾ, അതുപോലെ തന്നെ അവർ യൂസ് ചെയ്തിരുന്ന ഒരേ ഡ്രസ്സുകൾ, അവരുടെ തോക്ക്, കത്തി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവർ മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പണ്ടത്തെ രാജാക്കന്മാരുടെ ഒരേ സാധനങ്ങൾ. അവിടെ ചെന്നതിന് ശേഷമാണ് ഞാൻ കുറച്ച് നഗ്ന സത്യങ്ങൾ മനസ്സിലാക്കിയത്. ഇതൊക്കെ നമ്മളിപ്പോൾ കോപ്പി അടിച്ചിട്ടാണ് മാർക്കറ്റിൽ ഇപ്പോൾ പുതിയ സംഭവങ്ങളായി നമ്മൾ ഇറക്കുന്നത്. പണ്ടത്തെ മോഡലും പണ്ടത്തെ ഡിസൈനൊക്കെയാണ് ഇപ്പോഴത്തെ പുതിയ സംഭവങ്ങളായി ഇപ്പോൾ മാർക്കറ്റിൽ വരുന്നത് കേട്ടോ. പണ്ടത്തെ ആൾക്കാർ ഓരോ കഴിവ് നോക്കണേ. ഇതൊക്കെ ചെയ്തിരിക്കുന്നത് ആനക്കൊമ്പിലാണ് കേട്ടോ. ആനക്കൊമ്പിലാണ് ഈ ശില്പങ്ങളൊക്കെ തീർത്തിരിക്കുന്നത്. ആ ഒരു ചിത്രത്തിൻ്റെയും ഓരോ പ്രതിമകളുടെയൊക്കെ ആ ഒരു പെർഫെക്ഷനും കാര്യങ്ങളൊക്കെ എൻ്റെ അമ്മ വിവരിക്കാൻ പറ്റില്ല. അത്രയും അടിപൊളിയായിരുന്നു കേട്ടോ അത് കാണാനായിട്ട്. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയത്. ഹൈദരാബാദ് വന്നിട്ട് എങ്ങനെ ഹൈദരാബാദ് ബിരിയാണി കഴിക്കാതെ പോകും? ഇന്ന് പാക്കേജിൽ നമുക്കുണ്ടായിരുന്നു നമുക്കിഷ്ടമുള്ള ഫുഡ് കഴിക്കാം, പാക്കേജുകാരുടെ ഫുഡ് സെലക്ട് ചെയ്യേണ്ട, ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഹൈദരാബാദ് ബിരിയാണി കഴിക്കാനാണ് പോയതെങ്കിലും നമ്മൾ ഫസ്റ്റ് കഴിച്ചത് കബാബാണ് കേട്ടോ. അവിടുത്തെ കബാബിന് ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയുണ്ട് കേട്ടോ. അങ്ങനെ കബാബ് കഴിച്ചു. 4 പേർക്കുള്ള ബിരിയാണിയാണ് പറഞ്ഞത്. പക്ഷെ അത് വന്നത് ഒരു 10 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിട്ടോ. നമ്മൾ നാട്ടിലത്തെ ഒരു ഐഡിയ വെച്ച് 4 ബിരിയാണി പറഞ്ഞു. പക്ഷെ അതിങ്ങനെയാണ് വന്നത്. ഒരു 10 പേർക്ക് കഴിക്കായിരുന്നു. കുറേ നമ്മൾ ബാക്കി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ഒരു ഷാമ്പെയിനും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷാമ്പെയിനൊക്കെ അവിടെ ഭയങ്കര വിലക്കുറവാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എല്ലാം കൂടി ആയപ്പോൾ അങ്ങ് വേറെ ഫില്ലായി. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ചൗമഹൽ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് പോണ വഴിക്ക് ഇങ്ങനെ കുറച്ച് സ്ട്രീറ്റ് പോലെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ജസ്റ്റ് വീഡിയോ എടുക്കുമായിരുന്നു. അവിടെയൊക്കെ ഉള്ളത് അവിടെ തന്നെ താമസിക്കുന്ന ആൾക്കാരൊക്കെയാണ് കേട്ടോ അവിടെ കൂടുതലും കണ്ടത്. ടൂറിസ്റ്റുകളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എറണാകുളം ബ്രോഡ്വേ ഇല്ലേ, ആ ഒരു ഫീലായിരുന്നു കേട്ടോ ഇത് കണ്ടപ്പോൾ. സെയിം അതുപോലെ തന്നെ. അപ്പോൾ ഈ ഡ്രൈവർ അങ്കിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ചൗമഹൽ കണ്ടു കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരും, വീണ്ടും ചാർമിനാറിൻ്റെ ഒക്കെ ഏരിയയാണത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ അങ്ങനെ ഫോണൊന്നും എടുത്ത് വീഡിയോ ഒന്നും എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം കള്ളന്മാർ കൂടുതലുള്ളൊരു ഏരിയയാണ്. പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഈ ചൗമഹലിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ട് ഈ മഹൽ എന്ന് പറയുന്നത് ഒരു പാലസ് അടിപൊളിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പാലസിൻ്റെ ഉള്ളിലും അവർ കുറേ മ്യൂസിയത്തിൻ്റെ ആ സെയിം സാധനങ്ങളൊക്കെ ഈ പാലസിൻ്റെ ഉള്ളിലും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പണ്ട് അവിടുത്തെ രാജ്ഞിമാരെയും രാജാക്കന്മാരെയും ഡ്രസ്സുകളും അവർ യൂസ് ചെയ്തിരുന്ന സാധനങ്ങളും അങ്ങനെയൊക്കെ. അപ്പോൾ അവിടെ കുറേ കിളിവാതിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കിളിവാതിലിരുന്നൊരു ഫോട്ടോ എടുക്കാമെന്ന് വെച്ചിട്ട് നടന്നില്ല. കിളിവാതിൽ ഫുൾ ബുക്ക്ഡായിരുന്നു. അതിലെല്ലാം ആൾക്കാരിരുന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കായിരുന്നു കേട്ടോ. പിന്നെ ആ പാലസൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടു. അപ്പോൾ ശരിക്കും ഇങ്ങനെ പണ്ട് യൂസ് ചെയ്തിരുന്ന രാജ്ഞിയുടെ അലമാരിയും പിന്നെ അവർ പണ്ട് യൂസ് ചെയ്തിരുന്ന പടച്ചട്ടയും വാളും തോക്കും അതൊക്കെയാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. അതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. ശരിക്കും അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീൽ തന്നെയായിരുന്നു. പിന്നെ ഈ മഹൽ ഇങ്ങനെ കുറേ നടന്ന് കാണാനുണ്ട് കേട്ടോ. ഈ പാലസ് അത്യാവശ്യം നല്ല ഏരിയയിലാണത് വരുന്നത്. അപ്പോൾ അതിങ്ങനെ കുറേ നേരം
കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ചാർമിനാറിക്കാണ് കേട്ടോ. ചാർമിനാറിൽ ചെന്നപ്പോൾ എൻ്റെ പൊന്നോ അവിടെ ചെല്ലണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി. അത്രയും ക്രൗഡായിരുന്നു. ഒന്നാമത്തെ ഞായറാഴ്ചയാണ്. ഞായറാഴ്ച നമ്മുടെ ബ്രോഡ്വേയിലൊക്കെ തിരക്കറിയാലോ, ആ ഒരു സെയിം തിരക്കായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തി. ഇന്ന് ലാസ്റ്റ് ഡേ ആണല്ലോ, അപ്പം മാലയും കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ നേരെ റൂമിലേക്ക് വന്നു. ഇന്ന് നമ്മൾ റെസ്റ്റോറൻറ്റിലൊന്നും പോയില്ല, ഹോട്ടലിൽ നിന്ന് നേരെ ഇങ്ങ് ഫുഡ് കൊണ്ടു തരുമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു. അങ്ങനെ പിറ്റേന്ന് രാവിലെ പോവാണ് ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ. ബായ്.